ഇന്നൊരു റിലാക്സിങ് സൺഡേ കൊണ്ട് തന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡ് തീരുമാനിച്ചു ഒന്ന് കുക്ക് ചെയ്യാമെന്ന്. ഇന്നത്തെ ഒരു വ്ളോഗ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു മാസ്റ്റർ പീസ് ആയിട്ടാണ് ഫിഷ് തവ ഫ്രൈ. ഇതിൽ ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് കാശ്മീരി പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക്, വേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം നമ്മളൊരു ജാറിലേക്ക് ഇട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം കേട്ടോ. ഗ്രൈൻഡ് ചെയ്യാൻ നേരത്ത് കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ആഡ് ചെയ്യും കേട്ടോ. ഒരു ഇച്ചിരി ഓയിലും കുറച്ച് വെള്ളം കൂടി കൂട്ടിയിട്ട് നമ്മൾ നല്ലൊരു പേസ്റ്റ് ആക്കി എടുക്കാം. മിക്സിയിലിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നതാട്ടോ നമ്മുടെ പേസ്റ്റ്. ഇതായിരിക്കും നമ്മൾ ഫുൾ ഫിഷിൽ അപ്ലൈ ചെയ്യുക. എല്ലാ ഭാഗത്തും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഫിഷ്. അതിനുശേഷം ഒരു 2 അവർ നമ്മൾ എന്തായാലും ഇത് കീപ്പ് ചെയ്യണം. ഇത് ക്ലീൻ ചെയ്ത ഫിഷ് ആയതുകൊണ്ട് തന്നെ നമ്മളതിൻ്റെ ഒരു വരയിലും എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മസാല അതിലേക്ക് പിടിച്ചോളും. 2 അവർ കഴിയുമ്പോഴത്തേക്കും നമ്മൾ പാൻ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. നമുക്ക് തവ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു പാൻ വെച്ചിരിക്കുന്നത് കേട്ടോ. തവ ഫ്രൈ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഫിഷിന് നമ്മൾ ഫ്രൈ എന്ന് പറയുമ്പോഴത്തേക്കും ഡീപ്പ് ഫ്രൈയിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് തവ ഫ്രൈ ആണ്. അപ്പോൾ പാൻ ഒന്ന് ചൂടായ ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മുടെ ഫിഷ് അതിലേക്ക് ഇടുക. ഇതിലേക്ക് കുറച്ച് ടേസ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് കുറച്ച് വേപ്പിലയും മുളകും ഇതൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് കുരുമുളക് ഇട്ടാലും പ്രശ്നമൊന്നുമില്ല, നമ്മളത് ആഡ് ചെയ്തില്ല. ഓൾറെഡി സ്പൈസി ആണ്, നമ്മളത് ആഡ് ചെയ്ത് കൊടുത്തില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ടൊരു മീഡിയം ഫ്ലെയിം, അതായത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒരു യെല്ലോ ടു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമ്മളുടെ ഫിഷ് ഏകദേശം റെഡി ആയിട്ടെന്നാണ് കേട്ടോ അതിന് മെയിൻ ചെയ്യുക. എന്നാലും ഒരുപാട് കരിഞ്ഞു പോകരുത്, എന്നാൽ കുക്കാവണം. ഈ ഫിഷ് കുക്കായാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം നന്നായിട്ട് കുക്ക് ചെയ്ത് തന്നെ എടുക്കുക. കുറച്ച് സമയം എടുക്കും, എന്നാലും നിങ്ങൾ ക്ഷമയോടെ ഇത് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ അതിൻ്റെ ഒരു കുക്കിംഗ് ഒന്ന് അനലൈസ് ചെയ്യുക, എത്രമാത്രം ആയിട്ടുണ്ടെന്നുള്ളത്. ഏകദേശം ടൈം എടുക്കും ഇത് കുക്ക് ചെയ്ത് കഴിയാൻ കേട്ടോ. സോ ഫൈനലി നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ.